ആസുവിനെ ഒരു മെച്ചുവേർഡ് മാനാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്ത പരിപാടി. അത് ആരോടും പറഞ്ഞിട്ടില്ല, ആസിഫിനോടും പറഞ്ഞിട്ടില്ല. ആസിഫിന്റെ കണ്ണുകളും ആസിഫിന്റെ ചിരിയുമാണ് ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത്. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, പ്രത്യേകിച്ച് ആസിഫിന്റെ ചിരി. എന്ത് പറയുമ്പോഴും അറിയാതെ ചിരിക്കും, കണ്ണ് ഇങ്ങനെ ചെറുതാവും, അങ്ങനത്തെ സാധനം. അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഒന്നുകിൽ ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആണ്. പണ്ടത്തെ അവസ്ഥയിൽ ഒരു ആവറേജ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ലല്ലോ. ഡബിങ്ങിന് ചെന്നൈയിൽ പോകുമ്പോൾ ലാൽ സാറും ഞാനും മാത്രമേ ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെയൊക്കെ അദ്ദേഹത്തിന് അറിയാം. മമ്മൂക്കും ഈ പറഞ്ഞ പോലെ അറിയാവുന്നതാണ്. തലവൻ 2-ന്റെ ഈ സ്ട്രക്ചർ ആയിട്ടുണ്ടോ? തലവൻ 2-ന്റെ സൂപ്പർ സ്ട്രക്ചർ ആയിട്ടുണ്ട്. ജിസ് ജോയ് തലവൻ ഇറങ്ങിയിട്ട് 13 ദിവസം കഴിഞ്ഞല്ലേ? ഇപ്പം ജിസ്റ്റോയുടെ ഒരു ത്രില്ലർ പടം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ സിനിമയ്ക്ക് മുമ്പ് തലവൻ ജിസ്റ്റോയ് പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ള ചിന്തകളുണ്ടായിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഒരേ ജോണർ പിടിക്കുന്നവർ ഒരേ റൂട്ടിൽ സേഫായി ഓടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതേസമയം തന്നെ പല ജോണേഴ്സിനെ വളരെ വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരുണ്ട്. ഇപ്പൊ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഹ്യൂമർ എന്ന് പറയുന്നത്, ഫീൽ ഗുഡ് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ത്രില്ലറും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ തോന്നുന്നേ, ഈ ഇത് ഏറ്റെടുത്ത് ചെയ്തു കഴിഞ്ഞപ്പോ എന്താ തോന്നുന്നത്? എനിക്ക് ആളുകളെ ഹാപ്പി ആക്കുന്ന സിനിമകൾ, ഹാപ്പി എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആക്കണം. അത് എന്തും ആകാമല്ലോ. ഇപ്പൊ ഹൊററും ആകാം. ഹാപ്പി എന്ന് ഉദ്ദേശിച്ചാൽ അതാണ്, അല്ലാണ്ട് ചിരിപ്പിക്കണം എന്നല്ല കേട്ടോ. ഏത് തരം ജോണറിനാണോ ടിക്കറ്റ് എടുക്കുന്നത് ആ ജോണറിനോട് 100% നീതി പുലർത്തുന്ന പടങ്ങൾ ചെയ്യാനാണ് താല്പര്യം. പക്ഷെ പണ്ട് മുതലേ ഈ പറയുന്ന ത്രില്ലറിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു താല്പര്യം. പിന്നെ ഇപ്പൊ ബൈസിക്കിൾ ദിവസം നോക്കിയാൽ മനസ്സിലാവുന്നത്. അന്ന് അതിനെ ആൾക്കാർ ഇത്രയും സോഷ്യൽ മീഡിയ അന്ന് ഇല്ലാതിരുന്നോണ്ടാ അതിനെ മുഴുവൻ ആൾക്കാർ അന്ന് വന്ന കമന്റ്സ് എല്ലാം ട്വിസ്റ്റിന്മേൽ ട്വിസ്റ്റഡ് എന്നുള്ള സംഭവമായിരുന്നു. അത്രയേറെ ട്വിസ്റ്റുള്ള പടമാണ്. അപ്പോ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും അങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ ഒരു ഫീൽ ഗുഡ് എന്ന് പറഞ്ഞ സാധനം അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ പറഞ്ഞ സിദ്ദിഖ് ലാൽ സാർമാര് നമ്മൾ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നെ വല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, ടേക്ക് അവേ ഉള്ള പടങ്ങൾ, കുറച്ചും കൂടെ വീട്ടിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഡയലോഗ്സും. അത് എനിക്ക് ഡയലോഗ്സിന്റെ കാര്യം പറയുമ്പോഴാണ് കുറച്ച് നാളുകളായി നമ്മൾ സിനിമയിൽ അങ്ങനത്തെ ഒരു ഡയലോഗൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. മറ്റേക്ക് നമ്മൾ ഇപ്പോൾ മാസ് പടങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് കുറേ ഡയലോഗ്സ് ഒക്കെ കാണാതെ അറിയാമായിരുന്നു. ഇപ്പോഴത്തെ ഈ റിയലിസ്റ്റിക് സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സാധനം ഇല്ല. മനസ്സിലായോ? എനിക്ക് അതൊക്കെ തിരികെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഈ തലവനെ കുറിച്ച് പറയുമ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ത്രില്ലർ സിനിമയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഭയങ്കര ഗിമ്മിക്കുകൾ ഇട്ട് അതിന്റെ ഒരു മേക്കിങ്ങിലൊക്കെ ആ രീതിയിൽ ഗിമ്മിക്സ് ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളതിൽ ചെയ്തേക്കുന്നത് പലയിടത്തും ഭയങ്കര അണ്ടർപ്ലേ ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ ഇപ്പൊ ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും അതെ, അത് മനഃപൂർവ്വമായിരുന്നോ ഈ പാറ്റേൺ? തീർച്ചയായിട്ടും ഞാൻ പറയായിരുന്നു ഷെമിന, അതായത് ഞാൻ 20 വർഷമായിട്ട് ആഡ് ഫിലിം ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കറിയാം, ഒരു സിനിമയേക്കാൾ എത്രയോ പ്രപ്പോർഷനേറ്റീവ് ആയിട്ട് നോക്കിയാൽ സിനിമയുടെ ഒരു 5 ഇരട്ടി ബജറ്റ് ഉണ്ടാവും ആഡ് ഫിലിമിന്. ഞാൻ പ്രപ്പോർഷനേറ്റീവ് ആയിട്ട് നോക്കിയാൽ ഒരു ദിവസത്തെ എന്നുള്ള രീതിയിൽ കണക്കാക്കി നോക്കിയാൽ ഒരു സിനിമയുടെ 5 ഇരട്ടി 10 ഇരട്ടി ഉണ്ടാകും. അപ്പോൾ നമ്മൾ എല്ലാത്തരം സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു 10-800 ആഡ് ഫിലിംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഈ പറയുന്ന ഇന്ത്യൻ സിനിമയിലെ ഏത് ക്യാമറാമാൻ്റെ പേര് വേണമെങ്കിലും പറഞ്ഞോളൂ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരെ എടുത്താൽ ആ 10 പേരുടെ കൂടെ നമ്മൾ നിരവധി ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് പറയാം. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സും, അതായത് സിനിമയ്ക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത എക്യുപ്മെന്റ്സ് ആഡ് ഫിലിമിന് ഒരു ദിവസത്തേക്ക് ബെയർ ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഞങ്ങൾ ഇതിനെ തീരുമാനിച്ചത് നമുക്ക് എന്തെല്ലാം വേണ്ടാന്ന് വെക്കാം എന്നുള്ളതായിരുന്നു. അതായത് ഗിമ്മിക്സ് ഇല്ലാണ്ട്, അത് എൻ്റെ ഒരു പാറ്റേണും കൂടിയാണ്. ഇപ്പോൾ ഗിമ്മിക്സ് ഇല്ലാതെ നമുക്ക് ഹ്യൂമൻ സ്റ്റോറി ആൾക്കാർക്ക് മനസ്സിലാവും. ഒരു പോലീസ് സ്റ്റോറി ആയിരിക്കുമ്പോൾ തന്നെ ഞാൻ അതിനെ ഹ്യൂമൻ സ്റ്റോറി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഏറ്റവും ലൈറ്ററായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന, എന്നാൽ അങ്ങനെ ചെയ്തിട്ട് എങ്ങനെ ഇവരെ എഡ്ജ് ഓഫ് ദ സീറ്റിൽ ഇരുത്താം എന്നുള്ളതായിരുന്നു എൻ്റെ ചലഞ്ച്. അപ്പൊ ഇതിലങ്ങനെ എന്തെല്ലാം കാണിക്കണ്ട, എന്തെല്ലാം ചെയ്യണ്ട, എന്തെല്ലാം കളേഴ്സ് ഉപയോഗിക്കണ്ട എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒരു റിയലിസ്റ്റിക് ത്രില്ലർ എന്ന് വേണമെങ്കിൽ ഇതിനെ എന്ന് പറയാവുന്നുള്ളൂ. കാരണം അങ്ങനെയാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മേക്ക് ചെയ്ത് അതേ കേസ് ഡയലോഗ്സിന്റെ കാര്യത്തിലുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പല ഇത്തരം ആക്ഷൻ സിനിമകളിലും ചില ഡയലോഗ് ഇങ്ങനെ മനഃപൂർവ്വം ഈ പഞ്ചിൽ അത് പറയണം. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പലയിടത്തും അങ്ങനെ പഞ്ചുള്ള നമുക്ക് തട്ടിയ ഡയലോഗ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ആസിഫ് അലി ആ ചീത്ത വിളിച്ചിട്ട് കയറുമ്പോൾ അതൊക്കെ അത് വേണം നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് തോന്നി ഭയങ്കര സട്ടിലായി മാത്രം കൈകാര്യം ചെയ്യാം. അതിലും അതേ തീരുമാനമായിരുന്നു. കാരണം മൊത്തത്തിൽ ആ ഒരു പ്ലേ ആണ്. അപ്പൊ ചില സീനുകൾ മാത്രം മുഴച്ചു നിൽക്കണ്ട എന്ന് പറയുന്ന
ബിച്ചുവേട്ടനൊക്കെ ആണെങ്കിലും വന്ന് പറയുന്ന ഡയലോഗ്സ് എല്ലാം ഇവൻ ഒന്നും വളരെ വളരെ സട്ടിലായിട്ട് അഭിനയിച്ചാൽ മതി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും വളരെ ആവശ്യം വേണ്ട ഷോട്ടുകൾക്ക് മാത്രമേ ഞാൻ ഈ സ്ലോ മോഷൻ പോലും ഉപയോഗിച്ചിട്ടുള്ളൂ. ഹൈ സ്പീഡ് പോലും ഉപയോഗിച്ചിരിക്കുന്നത് വളരെയധികം ആവശ്യമുള്ള സംഗതികൾക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ ആസിഫ് അലിയുടെ കഥാപാത്രം ഇപ്പം എല്ലാ സിനിമയും ആസിഫ് ഉണ്ട്. ആസിഫിനെ നായകനാക്കിയും ഗസ്റ്റ് ആയിട്ടും ഒക്കെ എല്ലാ സിനിമയിലും ഉണ്ടായിരുന്നു. അപ്പൊ ആസിഫിനെ എനിക്ക് തോന്നുന്നു ഒരു നടന്ന രീതിയിൽ നന്നായിട്ട് അറിയാം. ആസിഫിനെ എവിടെ വരെ പോകാം എന്നൊക്കെ ഒരു പക്ഷെ അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ ഒരു കഥാപാത്രം, ഒരു കോപ്പിന്റെ കഥാപാത്രത്തിലേക്ക് വരുമ്പം ആസിഫിൽ കൂടുതൽ പുതുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത് എന്തായിരുന്നു? ആസിഫിനെ ഒരു മെച്ചുവേർഡ് മാൻ ആക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്ത പരിപാടി. അത് ആരോടും പറഞ്ഞിട്ടില്ല, ആസിഫിനോടും പറഞ്ഞിട്ടില്ല. എൻ്റെ മൊത്തത്തിൽ ആളുകളുടെ ഉള്ളിൽ ആസിഫ് അലി എന്ന് പറയുന്നത് ദ ബോയ് നെക്സ്റ്റ് ഡോർ, നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പറിൽ കണ്ട അതിൽ നിന്ന് ആസിഫ് സത്യം പറഞ്ഞാൽ കെട്ടിയോളാണ് മാലാകയും ഒയിരയും ഒരുപാട് വലിയ നല്ല സിനിമകളൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും ഇതൊക്കെ കണ്ടിപ്പോൾ കെട്ടിയോളാണ് മാലാക വിജയിച്ച് നിൽക്കുമ്പോഴും നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ് കണ്ണടച്ച് ആലോചിക്കുമ്പോൾ ആസിഫ് നമുക്കൊരു പയ്യനായിട്ട്. അപ്പൊ അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത്, കാരണം ബിജു മേനോൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ പ്രത്യേകത, അദ്ദേഹം ഈ ചെയ്യുന്ന കഥാപാത്രമൊക്കെ വളരെ കേക്ക് വാക്സ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്, എഫേർട്ട്ലെസ് ആണ്. പുള്ളി അഭിനയിക്കുന്ന പുള്ളിക്ക് ഒട്ടും ശ്രമകരമായ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. ഇത്രയും 30 വർഷം കൊണ്ട് പുള്ളി പഠിച്ചിരുത്തിരിക്കുന്ന ഒരു കാര്യം, പുള്ളിയുടെ സ്വതസിദ്ധമായിട്ടുള്ള സ്റ്റൈലും ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഒരു ആർട്ടിസ്റ്റ് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അയ്യപ്പനും കോശിയൊക്കെ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. അത് ശരിക്കും പൃഥ്വിരാജൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എഫോർട്ട് ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും എനിക്ക് ഭയങ്കര ഈ അയ്യപ്പനും കോശിയിലൊക്കെ പൃഥ്വിരാജിനോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ നന്നായി ചെയ്തു. അതുമാത്രല്ല ലാസ്റ്റ് രാജു തോറ്റു കൊടുക്കുകയാണല്ലോ. അങ്ങനെ രാജു എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ഹൈ മാസ് പടങ്ങൾ ചെയ്യുന്ന ആളാണ്, ഒരുപക്ഷെ ബിജു മേനോനേക്കാളും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഈ അയ്യപ്പന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അതൊക്കെയാണ് ഒരു ബ്യൂട്ടി. അപ്പൊ എൻ്റെ ഒരു ചലഞ്ച്, ബിജുവേട്ടന്റെ കൂടെ ആസിഫ് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ ഈ പറഞ്ഞ ഒരു പരിധി വരെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അടിച്ചടിച്ച് നിൽക്കേണ്ടതാണ്, കട്ടക്ക് നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതെങ്ങനെ വരും എന്നൊക്കെയുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അത് ആസിഫും ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ മനോഹരമായിട്ട് അത് പിടിച്ചു എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ കമന്റ്സിലും ആൾക്കാർ അത് പറയുന്നുണ്ട്, ആസിഫ് അലി ഗംഭീര. കാരണം ബിജുവേട്ടൻ ഗംഭീര എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിപ്പോ ദാസേട്ടൻ നന്നായി പാടി എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, മമ്മൂക്ക നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അതാണ് ഞാനതിനങ്ങനെ കാണുന്നത്. ആസിഫ് വല്ലാണ്ട് ബിഗിനിങ് ടു എൻഡ് ആസിഫ് ആ ക്യാരക്ടർ ആയിരുന്നു. എവിടെയും ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയില്ല. പിന്നെ ആസിഫിനെ കുറിച്ച് എല്ലാവരും പറയില്ല, ആസിഫിന് നല്ല ഭംഗിയുള്ള ചിരിയാണ്, പക്ഷെ ഇതിൽ ചിരിക്കുന്നത് പോലും റയറാണ്. ആ ചിരിക്ക് വേറൊരു പുതുമയുള്ള ചിരിയാണ്. മറ്റേ ചിരി ചിരിച്ച ക്യാരക്ടർ കയ്യിന്ന് പോകും. അപ്പൊ ആസിഫിന്റെ കണ്ണുകളും ആസിഫിന്റെ ചിരിയുമാണ് ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത്. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, പ്രത്യേകിച്ച് ആസിഫിന്റെ ചിരി. എന്ത് പറയുമ്പോഴും അറിയാതെ ചിരിക്കും, കണ്ണ് ഇങ്ങനെ ചെറുതാവും, അങ്ങനത്തെ സാധനം. അപ്പൊ അതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികളൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈവൻ ഒരു ഡയലോഗ് പറയുമ്പോൾ പോലുള്ള ചുണ്ടിന്റെ അനക്കങ്ങൾ പോലും പറഞ്ഞു അങ്ങനെ ഫീഡ് ചെയ്താ പോയത്. ഓരോ സീനും പിടിച്ചു തന്നെ പോയത്. ഇപ്പം ആസിഫിന്റെ തന്നെ ഒരു വേണമെങ്കിൽ പറയാം, അത്രയും പരാജയങ്ങൾ, അത്ര സിനിമ വർക്കാവാത്തൊരു സമയത്തു കൂടി വന്ന് അങ്ങനെ ഹിറ്റ് ആവുന്ന ഒരു പടം കൂടിയാണ്. ഇപ്പൊ ചെയ്യുമ്പോൾ ആസിഫിന്റെ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. പിന്നെ ഈ സക്സസിന് ശേഷം ആസിഫായിട്ടുള്ള കോൺവെർസേഷൻ എന്താ പറഞ്ഞതും അന്നത്തെ ഒരു പ്രതീക്ഷയൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നിയിട്ടുള്ളത് ഷമീൻ, അതായത് ഒരു വലിയ ഉത്തരം ആവശ്യമുള്ളൊരു ചോദ്യമാണ്. കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആസിഫ് അലിക്ക് മാത്രമല്ല. ഇപ്പം ഞാൻ പേര് പറയുന്നില്ല ആരുടെയും, ഒന്ന് ബാക്കോട്ട് ആലോചിച്ച് നോക്കിയോ. ഈ സിനിമ മാറിപ്പോയത് കൊണ്ടാണോ അതോ ആസ്വാദനം മാറിയത് കൊണ്ടാണോ എന്നല്ല, നമ്മൾ ഈ പറയുന്ന ഒന്നുകിൽ ഹിറ്റ് അല്ലെങ്കിൽ ഫ്ലോപ്പാണ്. പണ്ടത്തെ അവസ്ഥയിൽ ഒരു ആവറേജ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ലല്ലോ. മനസ്സിലായി, നമ്പർ ഓഫ് ഫിലിംസും കൂടുതലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിപ്പോ ഒത്തിരി പേർക്ക് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയുന്ന സൂപ്പർ താരങ്ങൾക്ക് പോലും നമുക്കറിയാം എത്രയോ പടങ്ങൾ ബാക്ക് ടു ബാക്ക്. സിനിമയുടെ ഒരു മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഒരു ആർട്ടിസ്റ്റിനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അയാളുടെ തിരിച്ചുവരവ് പ്രേക്ഷകർ ഒരു പരിധിവരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഒരു നല്ല സിനിമ വരുന്നതിലൂടെ അവർ വീണ്ടും ബാക്ക് ആവും. ഇതിപ്പോ സൺഡേ ഹോളിഡേ ചെയ്യുമ്പോഴും ഇത് തന്നെയായിരുന്നു. ഇങ്ങനെ കുറച്ച് അല്പമൊക്കെ ഒത്തിരി ഭേദപ്പെട്ട സിനിമകളുടെ ഒരു കുറവുണ്ടായിരുന്ന സമയത്തായിരുന്നു സൺഡേ ഹോളിഡേ വരുന്നതും. ഈവൻ വിജയ് സൂപ്പർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. 2-3 പടങ്ങൾ അത്ര നന്നായിട്ട് ചെയ്യാത്ത സമയത്താണ്. അപ്പൊ ഇതിൽ എനിക്ക് എപ്പോഴും ആസിഫിന് എൻ്റെ അടുത്തൊരു ട്രസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലായിടത്തും പറയാറുണ്ട്. അതായത് ഒരു ഡേറ്റ് തന്നിരിക്കുന്നത് നോക്കി ഉപയോഗിക്കും എന്നുള്ളൊരു സാങ്കേതിക ഉണ്ട്. നമ്മൾ സുഹൃത്തുക്കളായിരിക്കുമ്പോഴും
പിന്നെ ഒരു ബ്രദറിനെ പോലെയാണ് ഒക്കെ ആണെങ്കിലും എനിക്കും ആ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അതിന് ഞാൻ ടെൻഷൻ തന്നെയാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന എല്ലാ ബോളും 6 അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല. ചില സിനിമകൾ ഈ മോശമായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് ആസിഫിന് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വിജയ് സൂപ്പറും പൗർണമിയും കഴിഞ്ഞിട്ട് എൻ്റെ തിയേറ്ററിൽ പ്രോപ്പറായിട്ട് വരുന്നൊരു സിനിമ ഇതാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് നന്നാക്കുന്നതിൽ കുറഞ്ഞൊരു സംഗതി ഉള്ളതായിട്ട് ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷെ ആസിഫിന് ഈ കഥ കേട്ടപ്പോഴും സെറ്റിലേക്ക് വന്നപ്പോഴും ഈ കോമ്പിനേഷനിലും ഈ പ്രൊഡക്ഷൻ ഭയങ്കര രസമായിരുന്നു. അരുൺ നാരായണനാണ് പ്രൊഡ്യൂസർ, സിജോ സെബാസ്റ്റ്യൻ അരുൺ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടീം വർക്ക്, എല്ലാവരും ഏതാണ്ട് ഒരേ പ്രായത്തിലുള്ളവർ, പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആർട്ടിസ്റ്റ്, ഒരു അതിൻ്റെതായ ഒരു സുഖം ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു, എന്തും ഓപ്പണായിട്ട് പറയാം എന്നുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇപ്പം ആസിഫ് മാത്രമേ നിങ്ങൾ സിനിമ എടുക്കുള്ളൂ അതോ വേറെ നടന്മാരോട് പറയാറില്ല? ചാക്കോച്ചൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അല്ല, എന്നാലും മറ്റ് നടന്മാരോട് പറയാറില്ല? മറ്റു നടന്മാരോട് പറയേണ്ട അവസ്ഥ ഇപ്പൊ അല്ല, ഒരു കഥ എഴുതിയ ഫസ്റ്റ് പ്രയോറിറ്റി ആസിഫ് ആണോ അല്ലെങ്കിൽ അങ്ങനെയില്ലെന്ന്. ഇപ്പൊ ഈ ആലോചിച്ച് വന്ന കഥകളിൽ എനിക്ക് താല്പര്യം ആസിഫായിരുന്നു. എനിക്ക് ഇപ്പോൾ ലാൽ സാറിനെ വെച്ചിട്ട് കുറേ അധികം പരസ്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 50-52 ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലാൽ സാറിനെയൊക്കെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ വല്ലാണ്ട് ആഗ്രഹിക്കും ഇതുപോലെ മമ്മൂക്കേനെ വെച്ച് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു ആഡ് ഫിലിമാണ് ആകെ ചെയ്തിരിക്കുന്നത്. ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ രണ്ടുപേരെയും വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചല്ലോട്ടോ പറഞ്ഞത്, രണ്ടുപേരുടെയും കൂടെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും സ്വപ്നമായിരിക്കും. മലയാളത്തിലല്ല, സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ സിനിമയിൽ. കാരണം അത്രയും ഹൈ പൊട്ടൻഷ്യൽ ആർട്ടിസ്റ്റ്. അപ്പം നമ്മുടെ ഒരു ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഒരു ഡ്രീം. അവരെയൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവണം, ഒരു ബ്ലെസ്സിങ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ എനിക്ക് ഫഹദിനെ വലിയ ഇഷ്ടമാണ്, ഈ പറഞ്ഞ ദുൽഖറിനെ ഇഷ്ടമാണ്, പിന്നെ ടൊവിയെ ഇഷ്ടമാണ്, ചാക്കോച്ചനൊക്കെ വലിയ. ചാക്കോച്ചൻ ഇപ്പം എന്താ പറയുക, സിനിമകൾ അല്പം കുറഞ്ഞിരുന്ന സമയത്ത് മുതലുള്ള സൗഹൃദമാണ്. ഈ ചാക്കോച്ചനൊക്കെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന സ്വന്തം സ്വാർത്ഥത ഇച്ചിരി കുറവുള്ള ആർട്ടിസ്റ്റുകളിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസാവുന്ന അന്ന് ഞാൻ തിയേറ്ററിൽ നിന്ന് വളരെ സന്തോഷമായിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. ആസിഫ് അവൻ്റെ വീട്ടിലേക്ക് പോയി, ഷോ കഴിഞ്ഞ് മീഡിയനെല്ലാം മീറ്റ് ചെയ്ത് ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകുമ്പോൾ ചാക്കോച്ചൻ്റെ കോൾ വന്നു. ചാക്കോച്ചൻ്റെ സ്വന്തം ഒരു സിനിമ വിജയിച്ച പോലെയാണ് ചാക്കോച്ചനോട് സംസാരിച്ചത്. ഭയങ്കര സ്വന്തമായിട്ട് ഭയങ്കര സന്തോഷമായിടാ. നിരവധി കോൾസ് എനിക്ക് വന്നു, ഒത്തിരി പേരെന്നെ വിളിച്ചു, പടം ഹിറ്റാടാ, കുറെ തിയേറ്ററുകാർ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ചാക്കോച്ചന്റെ ഒരു സ്വന്തം പടം എന്നോ അങ്ങനത്തേക്ക് ഒരു സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ടുണ്ടോ? ലാൽ സാറിനോട് സിനിമയുടെ കഥ പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. മോഹൻലാലിനെ വെച്ച് കഥ ആലോചിച്ചിട്ടില്ല. ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാകത്തിനായിട്ടില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ അതിന് വേണ്ടിയിട്ട്. ലാൽ സാറിനെ മമ്മൂക്കേനെ വെച്ച് നമ്മൾ ഞാൻ ആലോചിച്ചു, പണ്ടൊക്കെ ഈ മടി പിടിച്ച് അല്ലെങ്കിൽ ചെറിയ പറ്റുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്നൊക്കെ. ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ മാറി എന്നിട്ട് കാര്യമില്ല, നമ്മളുടെയും പ്രായം കഴിഞ്ഞു പോവാണ്, എല്ലാവർക്കും ഒരു ടൈമാണ് ഉള്ളത്. ഈ സമയത്ത് ശ്രമിക്കുക, ഡേറ്റ് കിട്ടിയ നല്ല കാര്യം, കിട്ടിയ നമ്മൾ ഉറപ്പായിട്ട് 52 പരസ്യ ചിത്രങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു സ്പേസ് ഒക്കെ നിങ്ങൾ തമ്മിലായിട്ടുണ്ടാവും, സൗഹൃദം. അല്ല, തീർച്ചയായിട്ടും ലാൽ സാറിനോട് ഇപ്പൊ നമ്മളൊരു കഥ, ഇപ്പൊ പലർക്കും ഒരു കഥ പറയാൻ ഒരു അന്വേഷിച്ച് ഒരു ചെയർ കിട്ടാത്ത അവസ്ഥയുണ്ടല്ലോ. നമുക്ക് അതില്ല എന്തായാലും, അത് ഉറപ്പായിട്ടില്ല. കാരണം അത് പാനടി ചേട്ടനാണെങ്കിലും ലാൽ സാറാണെങ്കിലും അവരുടെ ഓഫീസാണെങ്കിലും ഒക്കെ വളരെ അടുത്ത് ഇത്രയും പരസ്യം ചെയ്തതിന്റെ ഒരു അടുപ്പം കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്ത പരസ്യങ്ങളൊക്കെയും നല്ല ആഡുകളായിരുന്നു, എല്ലാം വിജയിച്ച പരസ്യങ്ങളായിരുന്നു. അതുമല്ല വളരെ ഷോർട്ട് ടൈമിൽ കുറെ അധികം പരസ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു അടുപ്പമൊക്കെ ഉണ്ട് സാറിനോട്. അപ്പോൾ പിന്നെ പലപ്പോഴും ഈ ആഡ് ഫിലിംസിന്റെ ഡബിങ്ങിന് പോകുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മളും ലാൽ സാറും മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ സെറ്റിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ, അത്ര സംസാരിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. പക്ഷെ ഡബിങ്ങിന് ചെന്നൈയിൽ പോകുമ്പോൾ ലാൽ സാറും ഞാനും മാത്രമേ ഹാഫ് ഡേ ഉണ്ടാവുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരെയൊക്കെ അദ്ദേഹത്തിന് അറിയാം. മമ്മൂക്കും ഈ പറഞ്ഞ പോലെ അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കുറെ കൂടെ എന്താ പറയാ ഒരു ശ്രമം അതിനുവേണ്ടി നടക്കുന്നുണ്ട് ഇപ്പൊ. ആക്ച്വലി സ്പീക്കിംഗ്, ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല, ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്. അത് വേഗം നടക്കട്ടെ. അതെ, താങ്ക് യു. ഇപ്പൊ ബാക്ക് ടു തലവൻ. ഇപ്പം ഈ ഞാനിപ്പോ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയത് നോൺ ലീനിയർ ആയിട്ടും വേണമെങ്കിൽ സിനിമ പറയാം, കഥ പറയാം. കാരണം അങ്ങനത്തെ ഒരു കഥയാണ്. അതിലിപ്പം ഒരാൾ വന്നിരുന്ന് വിശദീകരിക്കുന്നു. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എഴുതുമ്പോൾ ഓക്കെ ഇതാണെങ്കിൽ കുറച്ച് ഈസിയാണ്, മറ്റേതാണെങ്കിൽ കുറച്ച് പാടാണ്, അങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഈ ദിലീഷ് പോത്തന്റെ ക്യാരക്ടർ നറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതുണ്ടല്ലോ, അത് എപ്പോഴത്തെ ഒരു തീരുമാനമായിരുന്നു? അത് ഇവർ ഈ റൈറ്റേഴ്സ് വന്നതിനടുത്ത് കഥ പറഞ്ഞപ്പോൾ ആ കഥയിൽ ഇതില്ലായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടി ഇല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ ഇതിൻ്റെ ഡയലോഗ്സ് ഞാൻ എഴുതിക്കോളാം, നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ കാര്യങ്ങൾ മാത്രം ഒരുവിധം സെറ്റാക്കി തരിക, ബാക്കി ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിട്ട് പിന്നെ ഞാനത് ചെയ്തെടുത്തോളാം. എൻ്റെ ലീനിയർ വേണോ നോൺ ലീനിയർ വേണോ എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്തോളാം. അന്നേരം മൊത്തത്തിൽ ഞാൻ റീറൈറ്റ് ചെയ്തു. അതായത് ഇവർ തന്ന ഈ സ്ക്രിപ്റ്റിനെ നമ്മൾ മൊത്തം ഓർഡർ റീറൈറ്റ് ചെയ്തു, സംഭാഷണങ്ങൾ എഴുതി. പക്ഷെ അപ്പം ഞാൻ ഈ TV-യിൽ ഈ ചരിത്രം എന്നിലൂടെ പോലത്തെ പരിപാടികളൊക്കെ ഞാൻ കാണാറുണ്ട്, പ്രത്യേകിച്ച് പോലീസ് സ്റ്റോറീസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ സിനിമയിൽ വന്നിട്ടില്ലല്ലോ. നമ്മളെല്ലാം ഇത് കാണുന്നതാണ്. ഇപ്പൊ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യാത്ര ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്, പോലീസുകാർ ചെയ്യുന്നുണ്ട്, സിനിമാക്കാർ ചെയ്യുന്നുണ്ട്, ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പക്ഷെ ആ ഒരു പാറ്റേൺ സിനിമയിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, അങ്ങനെ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ അങ്ങനെ വന്നിരുന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും. പക്ഷെ അത് ഭയങ്കര ചലഞ്ചാണെന്ന് അത് എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അതായത് പലപ്പോഴും ഒരു സീനിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള സ്കിപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സീനിന് പകരം ചിലപ്പോൾ ഇയാളായിരിക്കും വന്നിരുന്ന് പറയുന്നല്ലോ. ഈ റിട്ടയർഡ് ഉദയഭാനു അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ ചെയ്ത ക്യാരക്ടർ ആണ്. അപ്പൊ ആ ഓർഡറിന്റെ ഒഴുക്ക് ആൾക്കാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് ആദ്യം കൺസീവ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നി, അത് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് എഴുതി വരുമ്പോഴാണ് അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. അത് എഴുതി വരുമ്പോൾ ഓരോ ഡയലോഗും ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന നമ്മൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്ന പോലെ വായി തോന്നിയത് പറയാം. ഈ മറ്റേതിൽ ആകെയുള്ളത് ഒരു 20 സെക്കൻഡ് സ്പേസ് ആയിരിക്കും. എഴുതി വരുമ്പോൾ അതിൽ കൂടുതൽ കാണിച്ച ബോറടിക്കും. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കസേര നമ്മൾ വീട്ടിലിരുന്ന് കാണുന്ന പോലെ അല്ലല്ലോ തിയേറ്ററിൽ, ഇത്രയും വലിയ സ്ക്രീനിൽ കാണുകയല്ലേ. അപ്പൊ അത് എഴുതാൻ തുടങ്ങി കഴിഞ്ഞൊരു 3-ാമത്തെ സീനൊക്കെ ആയപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായത്. അപ്പൊ ദിലീഷ് പോത്തന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോഴും പോത്തനത് അപ്പം തന്നെ മനസ്സിലായിട്ടോ. പോത്തൻ പറഞ്ഞു, എടാ ഇത് എഴുതുമ്പോൾ ആ സംഗതി ഒന്ന് നോക്കിക്കോണുണ്ട്, 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡിൽ ആ കറക്റ്റ് കാര്യം മാത്രം പറഞ്ഞു പോകണം എന്ന് പറഞ്ഞ സംഗതി. പോത്തൻ ആകെ പറഞ്ഞ കാര്യം അത് മാത്രമായിരുന്നു. അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ അതിപ്പോ ഒരു കഥയിൽ ഒരു ബ്ലോക്ക് വന്നാൽ ഈ ഒരു നറേഷൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്താനും അങ്ങനെയല്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. അത് പക്ഷെ അത് നമുക്ക് എത്ര നേരം രക്ഷപ്പെടുത്താൻ പറ്റും? നമുക്ക് ആഫ്റ്റർ ആളുകളെ ആ ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടുവന്ന് ആളുകൾ ആ സിനിമയിൽ ഇന്നാണെങ്കിൽ മാത്രം, ആളുകൾ ഫുള്ളി ഇൻറ്റു ഫോക്കസ്ഡ് ആണെങ്കിൽ മാത്രമേ ആ രക്ഷപ്പെടുത്തൽ സാധിക്കുള്ളൂ. അത് കൂടിപ്പോയ ഒരു സ്ഥലത്ത് പറ്റുമായിരിക്കും. കാര്യം കണ്ടന്റ് തന്നെ വന്നുകൊണ്ടിരിക്കണമല്ലോ. അതെ. ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഇപ്പൊ ഇത്ര നാൾ സ്ക്രീൻ പ്ലേ ഒക്കെ താങ്കൾ തന്നെയായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി വേറെ 2 റൈറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്ത സിനിമ. അപ്പൊ ആ ഒരു എഴുത്തില് എങ്ങനെയാ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഈ പറയുന്ന സ്ക്രീൻ പ്ലേ തന്നിട്ട് പിന്നെ പൂർണ്ണമായിട്ടും ഉടച്ചു? അതെ. ഞാൻ ഇപ്പോഴും ഈ ലാസ്റ്റ് ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യേണ്ട സീനാണെങ്കിൽ ഇന്നലെ രാത്രി ഇരുന്ന് എഴുതും, ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് എഴുതും. അപ്പോൾ അത് ആദ്യത്തെ പടം മുതൽ എനിക്ക് എൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഫസ്റ്റ് പടത്തിനൊക്കെ ഒരു ക്യാരവൺ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷറിയാണ്. പക്ഷെ എനിക്ക് ആദ്യത്തെ പടം മുതൽ എൻ്റെ എല്ലാ പ്രൊഡ്യൂസേഴ്സും അത് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു റീസൺ ഇതാ, എനിക്ക് ആ ഒരു സ്പേസിൽ ആ ലാസ്റ്റ് മിനിറ്റിൽ തോന്നുന്ന ഒരു ഐഡിയ എനിക്ക് ഉൾക്കൊള്ളിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഷമീൻ, അതായത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ 5 മാസം കഴിഞ്ഞ് തുടങ്ങാൻ പോകുന്ന ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഈ മുറിയിൽ ഇരുന്ന് എഴുതുന്നു. അത് തന്നെ കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് അപ്ഡേറ്റ് ചെയ്ത്. ഞാനിപ്പോ ഈ 60 ദിവസത്തെ സിനിമയാണെങ്കിൽ 50-ാം ദിവസം ആവുമ്പോൾ ഞാൻ വേറൊരു തോട്ട് പ്രോസസ് ആയിരിക്കില്ലേ. ഇവരുടെ എല്ലാ അഭിനയം കണ്ടു, ലൊക്കേഷന്റെ പ്രത്യേകതകൾ മനസ്സിലായി, ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലായി. ഇനി അത് വെച്ചിട്ട് എനിക്ക് എഴുതാൻ സാധിച്ചാൽ കുറെ കൂടി ഇമ്പാക്ട്ഫുൾ ആയിരിക്കില്ലേ. ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്താണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്ക്രിപ്റ്റ് വേണം, നമുക്ക് ചാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് സംഘടിപ്പിക്കാനും ഒക്കെ നമുക്ക് സ്ക്രിപ്റ്റ് വേണം. അതൊരു ബെഞ്ച് മാർക്കായിട്ട് മാത്രം വെച്ചുകൊണ്ട് ഷൂട്ടിങ്ങിന്റെ അന്ന് സ്ക്രിപ്റ്റ് മാറ്റിയിരിക്കും. അതായത് മൊത്തത്തിൽ ആ സാധനത്തിന് മാറ്റി എഴുതിയിട്ടുണ്ടാവും. അതിലൊരു 35% എങ്കിലും ചേഞ്ച് അന്ന് സംഭവിച്ചിരിക്കും. അതിലിപ്പോൾ സ്ക്രിപ്റ്റ് ചിലപ്പോൾ ചെറുതായിട്ടുണ്ടാകാം, ചിലപ്പോൾ ഒരു 5 ഡയലോഗിന് പകരം ഒരു ഒറ്റ വാചകമായിട്ടുണ്ടാവാം. അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം പണ്ടത്തെ കൈൻഡ് ഓഫ് സിനിമ മാറിപ്പോയല്ലോ. ഫോർ എക്സാമ്പിൾ ഇന്നാൾ സഞ്ജയ് ബോബിയിലെ സഞ്ജയ് പറയായിരുന്നു, ജിസേ പണ്ട് നമുക്ക് അപ്പുക്കുട്ടനാശ ഒരു കാര്യം ചെയ്യാം, നാളെ നമുക്ക് അപ്പുക്കുട്ടനാശാരിയുടെ വീട്ടിൽ കാണാം എന്ന് പറഞ്ഞാൽ അടുത്ത കട്ട് അപ്പുക്കുട്ടനാശാരിയുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഇപ്പൊ അത് മാറി, നാളെ നമുക്ക് അപ്പുക്കുട്ടനാശാരിയുടെ വീട്ടിൽ കാണാമെന്ന് പറഞ്ഞാൽ അപ്പുക്കുട്ടനാശാരിയുടെ വീട്ടിൽ നമ്മൾ പോയതായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞ് എന്താണെന്ന് പറയേണ്ടത്. മനസ്സിലായി. ഇപ്പൊ പണ്ടത്തെ ചില സിനിമകളിലൊക്കെ നമ്മൾ പറയാറില്ലേ, ചിലരൊക്കെ ഈ പറഞ്ഞ 3 ദിവസം കൊണ്ടൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയതെന്നൊക്കെ പറയില്ലേ. അന്നത്തെ സിനിമയ്ക്ക് അത് ഓക്കെ ആയിരുന്നു. ഇപ്പൊ അത് ആ സംഗതി മാറിപ്പോയല്ലോ. പിന്നെ ഈ കുടുംബ ബന്ധങ്ങളുടെ കഥയൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഈസി ആണല്ലോ. പിന്നെ അതാണ്. ഇപ്പൊ നമുക്ക് കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ ഒരു സിനിമ ഇരുന്ന് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഈ 5 ദിവസം കൊണ്ടൊന്നും കുമ്പളങ്ങി നൈറ്റ്സ് എഴുതി ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സുഡാനി ഫ്രം നൈജീരിയ പോലത്തെ ഒരു പടം
നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. അത് അത്രയും ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ ഈ ജാഫ്രിഡിക്കയുടെ കഥാപാത്രം അത് ജിസ്റ്റോ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന? ഇല്ല, അത് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ആഡ് ഓൺ ചെയ്തതാണ്. അദ്ദേഹത്തിന് വേറെ ഈ പറഞ്ഞ നിർണായകമായ ഒരു സ്ഥലത്ത് പുള്ളി വരുന്നുണ്ടല്ലോ, ആ സ്പേസിൽ മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. അത് ആദ്യം അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അല്ല, അത് ഈ പറഞ്ഞ ഞാൻ വരുത്തിയ മാറ്റമാണ്, അല്ലാതെ അത് ആദ്യത്തെ സ്ക്രിപ്റ്റിൽ അതില്ല. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജസിൽ വരുന്നതൊക്കെ പിന്നെ ആഡ് ഓൺ ചെയ്തു. അതൊക്കെ പിന്നെ ആഡ് ഓൺ ചെയ്താ. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമ്മള് ചിലപ്പോൾ കാണും, നമ്മള് അന്ന് ഒരു കഥാപാത്രത്തെ ഇപ്പൊ നമ്മൾ തമിഴിലൊക്കെ കാണുന്ന പോലെ ഒരു ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടുവരാന്നുള്ളത്. പക്ഷെ ഇതിലേക്ക് വരുമ്പം കുറച്ചുകൂടി ബ്ലെൻഡ് ആയിട്ടുണ്ട് അത്. പക്ഷെ ആ ഒരു കോൾ എടുത്ത ഒരു റിസ്ക് ഉണ്ടായിരുന്നോ? ജാഫർക്ക ചെയ്ത ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ എനിക്ക് അവിടെ ഒരു സാധാരണ ഇങ്ങനെ ടെൻഷൻ പിടിച്ചു പോകുന്ന സമയത്ത് നമ്മളിതിങ്ങനെ മുറുക്കി പോവാണ്. അത് ചെയ്യുന്നതിൽ, അത് വേണ്ടെന്ന് വെക്കുന്നതിൽ തിരിച്ച് പുതുമയെന്ന് വെച്ചാൽ അത് വലിയ ഗട്ട്സ് ഒന്നും ആവശ്യമില്ല. അത് വേണമെന്ന് വെക്കുന്നതിലാണ് ഗട്ട്സ്. ഇത് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനും അവിടെ എനിക്ക് തോന്നി അവിടെ ഒരു പരീക്ഷണം നടത്തണം. അവിടെ അത്രയും ആൾക്കാർ മുറുകിയിരിക്കുന്ന സമയത്ത് ഇന്റർവെല്ലിന് മുമ്പായിട്ട് ആൾക്കാർ ഒന്ന് അല്പം ലൂസായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എന്നിട്ട് ആൾക്ക് സിനിമയിൽ ഒരു റെലവൻസ് കൊടുത്താൽ കുറെ കൂടെ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് എഡിറ്റിങ്ങിന്റെ സമയത്ത് എല്ലാവരും പറഞ്ഞു. പക്ഷെ എന്റെ എഡിറ്റർ എന്റെ കൂടെ വന്നായിരുന്നു കേട്ടോ. സൂരജ് അക്കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ വന്നു. ഇത് വേണ്ടെന്ന് ബാക്കിയുള്ളവർ പിന്നെ എത്ര പേര് പറഞ്ഞറിയോ, എത്ര പേര് പറഞ്ഞു. കഴിഞ്ഞപ്പോ ഇതാണ് എല്ലാരും പറഞ്ഞു. എല്ലാവർക്കും ഈ ഫോർമുലയിൽ വിശ്വാസം. ഇത് ഇങ്ങനെ ഒരു ഫോർമുല ഇല്ലല്ലോ, ഇങ്ങനെ വന്ന് നേരെ ഇന്റർവ്യൂലേക്ക് പോവുക എന്നുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സീൻ വരുമ്പോ ചില സമയത്ത് നമ്മൾ അങ്ങനത്തെ ഈ ഡയറക്ടേഴ്സ് കോൾ എടുക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പോ ഈവൻ എഡിറ്റർ നോ പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ആ കോൾ എടുത്തേനെ, ഞാൻ ചെയ്തേനെ. ലെറ്റ് സീ എന്നുള്ള സംഭവത്തിനകത്ത്. പക്ഷെ അത് വർക്ക്ഔട്ടായി. തിയേറ്ററിലൊക്കെ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. ഫുൾ ചിരിയും കൈയടിയായിരുന്നു. സീക്വൽ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് ഉറപ്പിക്കാൻ, ഈ സിനിമ എങ്ങനെ വർക്കായി നോക്കിയിട്ട് തീരുമാനിക്കാന്നുള്ള ചിന്തയിലായിരുന്നു. ഉറപ്പായിട്ടും സിനിമ വർക്കായ മാത്രം. അത് അതുകൊണ്ടാണ് ഞങ്ങൾ എഴുതി കാണിക്കാറുന്നത്. ഞങ്ങൾ എന്താ അറിയോ ഷെമിൻ, നമ്മള് ഇതായിട്ട് പറഞ്ഞല്ല, ഒത്തിരി അത്തരം എത്തിക്കൽ കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് സിനിമ കഴിയുമ്പോൾ എഴുതി കാണിച്ച സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും ഇതിന്റെ അടിയിൽ പോയി കമന്റ് ആൾക്കാർ ഇത് അങ്ങനെ എഴുതി കാണിച്ചുകൊണ്ട് എന്താണ് കുഴപ്പം അത് ചോദിക്കരുത്. അത് ഓരോ ഡയറക്ടേഴ്സിന് ഇഷ്ടമാണ്. എന്റെ ഇഷ്ടമാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് അതിനേക്കാൾ താല്പര്യം ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുന്നതാണ്. ഈ സിനിമയ്ക്ക് അതിന്റെ റിലവൻസ് ഉണ്ടോ? ഈ സിനിമ നിങ്ങൾ കണ്ടിട്ട് അതിന് സെക്കൻഡ് പാർട്ട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രേക്ഷകർ പറയട്ടെ, അത് ഉറപ്പായിട്ട് നമ്മളത് അറിയുമല്ലോ. സിനിമ കഴിഞ്ഞ് പ്രീമിയർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഓൺലൈൻ മീഡിയയൊക്കെ ഉണ്ട് പുറത്ത്. അവരെല്ലാം ഫസ്റ്റ് ഞാനും ആസിഫ് ഇറങ്ങി വരുമ്പോൾ ചോദിക്കുന്നത് സീക്വൽ എപ്പോഴാണെന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ. കാരണം നമ്മൾ ഈ സിനിമയിൽ കൃത്യമായി പറഞ്ഞു തുടങ്ങിയ കഥ എന്താണോ ആ കഥ കൃത്യമായി അവസാനിപ്പിച്ചു. എല്ലാം കഴിഞ്ഞു, സത്യസന്ധമായിട്ട് ആ കഥ അവസാനിച്ചു. അടുത്ത 1 മിനിറ്റേ ഉള്ളൂ. ആ ഒരു മിനിറ്റിൽ അടുത്ത സീക്വലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിലൂഡ് ഇട്ട് വെച്ചിട്ടാണ് സിനിമ തീരുന്നത്. അത്രേ ഉള്ളൂ. പറഞ്ഞ കഥ തീർന്നു. മനസ്സിലായോ? ഇപ്പം ദിലീഷ് പോത്തൻ ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ നറേഷൻ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ പുള്ളി ഒരു ഡയറക്ടർ കൂടി ആയതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ഇടപെടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതോ ഒന്നുമില്ല. ദിലീഷ് പോത്തന്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ട് പുറകെ എന്തെങ്കിലും പറയണം അങ്ങനെ ചോദിച്ചാൽ മാത്രമേ പറയുള്ളൂ. അതുമായിട്ട് ഇങ്ങനെ റിസർവ്ഡ് ആയിട്ട് ഇങ്ങനെ മാറി വേറെ പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നും ഒരു രീതിയിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവാറില്ല. ഒന്നുമില്ല. ഞാൻ തന്നെ കുറേ തവണ ചോദിച്ചിട്ടുണ്ട്. അരുൺ നാരായണനുമായിട്ട്, അതായത് എൻ്റെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായിട്ട്, അവര് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സൗഹൃദമാണ്. അപ്പൊ അത്രയേറെ നമ്മൾ പറഞ്ഞ ദിലീഷ എന്ത് അങ്ങനെയൊന്നും വിചാരിക്കരുത്, ഇടപെടുന്നതാണ് നമുക്ക് സന്തോഷം. അതായത് ഞങ്ങൾ എന്ത് വിചാരിക്കും വിചാരിക്കുന്നത് അളിയൻ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഡയറക്ടറാണ്, അളിയന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും, എന്ത് തോന്നിയാലും പറയണം എന്നൊക്കെയുള്ളത്. ദിലീഷ് പലർക്കും അറിയുമെന്നുണ്ടെങ്കിൽ നല്ല എഡിറ്ററാണ്. അതെനിക്കും അറിയില്ലായിരുന്നു. നല്ല എഡിറ്റിംഗ് സെൻസ് ഉള്ള ഒരാളാണ്. ഭയങ്കര സെൻസിബിളാണ് പുള്ളിക്കാരുടെ കാര്യത്തിൽ. അത്തരത്തിൽ ഇതിന് ഡബിങ്ങിനൊക്കെ വന്നപ്പോൾ 2-3 ഇടങ്ങൾ ഇത് വേണ്ടായിരുന്നു, ഇതൊന്ന് ഫാസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞങ്ങളത് എഡിറ്റിൽ വിത്ത് അത് ഞങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരുടെ കയ്യിൽ നിന്നുള്ള സജഷൻസും ഈ സിനിമയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ദീപക് ദേവ് എന്നൊരു മ്യൂസിഷ്യനെ ഇങ്ങനെ ഒരു ത്രില്ലർ സിനിമയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? പക്ഷെ ആക്ച്വലി ദീപക് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 7th ഡേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. നല്ല മ്യൂസിക്കുമാണ്,
ഉഗ്ര മ്യൂസിക്കാണ്. അതിന്റെ ട്രെയിലറൊക്കെ എടുത്ത് ഇടയ്ക്ക് ഞാൻ കാണുന്നുണ്ട് മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഭയങ്കര അടിപൊളിയാ. പിന്നെ ലൂസിഫർ, അതെ. ദീപക്കിന് ഈ ജോണർ പ്രശ്നമല്ലാത്ത അപൂർവം മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. പക്ക കർണാട്ടിക് പടം കൊണ്ടേ കൊടുത്താലും പുള്ളി ചെയ്യും, പക്ക വെസ്റ്റേൺ പടം കൊണ്ടേ കൊടുത്താലും അത്. നിങ്ങളുടെ നല്ല മെലഡികളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ പാട്ടുകളൊക്കെ ഇപ്പം സൺഡേ ഹോളിഡേയിലെ മഴപാടും കുളിരായിക്കോട്ടെ, ഒരു നോക്ക് കാണുവാനായിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനായിക്കോട്ടെ, അല്ല പുഞ്ചിരി തഞ്ചും എന്നുള്ള പാട്ടായിക്കോട്ടെ, എല്ലാം ഞങ്ങൾ ഒരുമിച്ചുണ്ടാക്കിയ പാട്ടുകൾ മ്യൂസിക് സൈഡ് ഞങ്ങൾ നല്ല കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും, അടി ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും, പിണങ്ങും, വഴക്കിടും, മിണ്ടാതിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഒരു ത്രില്ലർ ഒരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു സ്ഥിരം ക്ലീഷേ പാറ്റേൺസ് ഉണ്ട്. ഇപ്പോൾ ഓക്കെ, ഇതിലിപ്പോൾ കോട്ടയം നസീറിന്റെ കഥാപാത്രം വരുമ്പോൾ തന്നെ നമ്മൾ ഒരാളെ ഇട്ട് കൊടുക്കുന്നു, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ അയക്ക് എന്തൊക്കെയോ നിഗൂഢതകൾ പിന്നെയും സംശയിക്കുന്നുണ്ട്. അത് ഇനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത്തരം ഏരിയകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്. ഒത്തിരി പേർക്ക് ഈ സിനിമ ഇപ്പം ഫാദർ ബോബി ജോസ് കട്ടിക്കാട് എൻ്റെ ഒരു ആത്മീയ ഗുരുവാണ്. തിയേറ്ററിൽ വന്നിരുന്നു പടം കാണാൻ. ഒരു പടം കാണാനും വന്നിട്ടില്ല എന്നോട്. ഈ സിനിമ ആദ്യമായിട്ടാണ് വിളിച്ചപ്പോൾ വന്നത്. അതേ എന്നോട് പടം കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞതാണ്, ഈ സിനിമയിൽ എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടെന്ന്. അത് ആക്ച്വലി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. വേറൊരു പടത്തിന്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ പേര് പറഞ്ഞു. ഇത് പറഞ്ഞു അതിലൊക്കെ സംഭവിക്കുന്നത് പോലെ ഇതിൽ ജിസ് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു സംഭവം ബാക്കിലൂടെ സംഭവിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അത് ഇപ്പത് പറയണ്ട. എനിക്ക് ഭയങ്കര പേടിയാ ചില കാര്യങ്ങളിലൊക്കെ. ഞാൻ ഈ ഓഫ് ദ റെക്കോർഡ് ഞാൻ പറയാം, കഴിഞ്ഞിട്ട് പറയാം. അത്തരത്തിൽ ഏതെങ്കിലും സിനിമകളുടെ ത്രില്ലർ കൂടി ആവുമ്പോൾ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് തേടിയിരുന്നോ? ഇല്ല. ഞാൻ അങ്ങനെ എന്തോ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആ ജോണറിൽപ്പെട്ട ഒരു സിനിമയും കാണില്ലെന്ന് വിശ്വസിക്കുന്നില്ല, കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളുടെ ജോലിയിലുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നുമല്ല. ഇപ്പൊ മോഹൻലാലായിട്ട് ഇത്ര പരിചയമുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സിനിമ കണ്ടിട്ട് പുള്ളി വിളിക്കല്ലേ കാണുകയോ എന്തെങ്കിലും ചെയ്തോ? ചേച്ചി സിനിമ കണ്ട്, സുചിത്ര ചേച്ചി കണ്ടിരുന്നു. അത് നമ്മൾ യുഎഫ്ഒയിലും ക്യൂബിലൊക്കെ നമ്മൾ ലൈസൻസ് ഓപ്പൺ ചെയ്ത് കൊടുക്കാന്നൊരു പരിപാടിയുണ്ട്. അത് വീട്ടിലാണല്ലോ, തിയേറ്ററിലല്ല കാണുന്നത്. അപ്പോൾ ചേച്ചി കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഞാനുമായിട്ട് കണക്ഷൻ ഇല്ല. ചേച്ചി ഒരു ഫോൺ പോലും വിളിച്ചിട്ടില്ല. അരുൺ നാരായണനും എൻ്റെ പ്രൊഡ്യൂസർ സിജോ സെബാസ്റ്റ്യനും അവർ ലാൽ സാറിൻ്റെ ഫാമിലിയുമായിട്ട് അടുപ്പമുണ്ട്, ആനൻ്റെ ചേട്ടനും ഒക്കെ ആയിട്ട്. ആ രീതിയിൽ അത് ലൈസൻസ് കൊടുത്തായിട്ട് എനിക്കറിയാം. അതിനുശേഷം ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ലാൽ സാറും 2 ദിവസത്തിനുള്ളിൽ കാണുമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി അങ്ങനെ പറഞ്ഞത്. മഞ്ജു ആണ് ഏറ്റവും. സിനിമ കഴിഞ്ഞിട്ട് 3rd ഡേ, അതായത് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച തന്നെ മഞ്ജു വാര്യർ വിളിച്ചു, പടം കണ്ടു, വളരെയധികം സന്തോഷമായി. നമ്മൾ കുറേ അധികം നേരം സംസാരിച്ചു. ഭയങ്കര ഒരു കൈയടക്കം തോന്നി. മഞ്ജുവിനെ വെച്ചിട്ട് ഇതുപോലെ കുറെ ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈജിയൊക്കെ പറഞ്ഞ പോലെ ലാൽ സാർ മഞ്ജു രണ്ടുപേരും ഉണ്ട് എന്നെ. അത് അപ്പൊ അങ്ങനെ ഒത്തിരി സംസാരിച്ചു. മഞ്ജു എന്റെ ഇഷ്ടമല്ലാത്ത ഒരു സിനിമ മഞ്ജുവിനുണ്ട്. എന്റെ ഇത്തരം സിനിമകളിൽ ഒരു സിനിമ മഞ്ജുവിന് ഒട്ടും ഇഷ്ടമല്ല. അതിനോട് വളരെ വളരെ പരുഷമായിട്ട് ഒരിക്കലും വിചാരിച്ചില്ല ഇത് നിങ്ങൾ ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ. അത് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഇഷ്ടപ്പെടാത്ത മനസ്സിലുള്ള ഒരു കമന്റ് മഞ്ജു പറഞ്ഞത് അത് വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്കെ അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ മഞ്ജു വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ എവിടെ കണ്ടേന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര അതിലേറെ സന്തോഷമായി. പെരുമ്പാവൂരുള്ള വളരെ സാധാരണമായ ഒരു തിയേറ്ററിലാണ് കണ്ടത്. ഫുൾ ഓഡിയനായിരുന്നു, രാത്രിയിലത്തെ ഷോ ആയിരുന്നു. അപ്പൊ ലോക്കലായിട്ടുള്ള പൾസ് ഉള്ള ആൾക്കാരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം തോന്നി. ഓരോ റിയാക്ഷനും കുറച്ചും കൂടെ രസകരമായി തോന്നി എന്നൊക്കെ പറഞ്ഞാൽ സിനിമയെ കുറിച്ച് കുറേ അധികം സംസാരിച്ചു. ഞങ്ങളൊന്നും ആവശ്യപ്പെടാതെ തന്നെ പിറ്റേ ദിവസം അന്ന് തന്നെ വിളിച്ച അന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എഴുതി അതിനെക്കുറിച്ച് ഞങ്ങളത് റീഷെയർ ചെയ്തു. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അതുപോലെ ഭാഗ്യലക്ഷ്മി ചേച്ചി എങ്ങനെ എൻ്റെ എല്ലാ സിനിമയും കാണും, പക്ഷെ സൺഡേ ഹോളിഡേ മാത്രമേ കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളൂ. ഇത് കണ്ടിട്ട് കുറേ നേരം സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ചു. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു കേട്ടോ, ഒത്തിരി പേര് വിളിച്ചിരുന്നു. ടെക്നീഷ്യൻസ് കുറേ പേര് വിളിച്ചു. എനിക്ക് സന്തോഷമുള്ള കാര്യം എന്നറിയോ, എല്ലാ ജനറേഷനുള്ളവരും ഞാൻ അതാ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രേമലുവിലെ അമൽ ഡേവിസും വിളിച്ചു, മനസ്സിലായി, ഈ സീനിയേഴ്സും വിളിച്ചു. അല്ലെ ഇപ്പൊ ഡോൺ മാക്സിനെ പോലത്തെ എഡിറ്ററും വിളിച്ചു, ജോൺ കുട്ടിയെ പോലത്തെ എഡിറ്ററും വിളിച്ചു, ദൃശ്യമൊക്കെ എന്ന് പറഞ്ഞ പോലെ എല്ലാത്തരം ആൾക്കാരും ഇത് വിളിക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു സന്തോഷമുണ്ട്, പ്രായത്തിന്റെ ഒരു ഇതില്ലാതെ. ഇപ്പൊ നിങ്ങൾ തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന സംവിധായകനാണ്, പക്ഷെ ഡബിങ്ങും
ആഡ്സും ഒക്കെ അതേപടി കൊണ്ടുപോകുന്നുണ്ടല്ലേ? അതെ അതെ അത് ഇനിയും തുറന്നു കൊണ്ടുപോകുന്ന തന്നെയാണ് പിന്നെ തീരുമാനം. ഡബിങ് ഇപ്പോഴൊരു ക്രേസ് ആണോ? ക്രൈസ് തന്നെ തീർച്ചയായും. ക്രൈസിനേക്കാളേറെ ഇപ്പൊ ഇന്ന് ഒരു ഡബ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒന്നും ആലോചിച്ചിരിക്കാറില്ല. അങ്ങനത്തെ ക്രൈസ് ഇല്ല. പക്ഷെ നമ്മളിത് ഒരുപാട് ആഗ്രഹിച്ചും ഒരുപാട് സ്വപ്നം കണ്ടും പുറകെ നടന്നും കാലി പിടിച്ചും വാങ്ങിച്ചെടുത്തതാണ് ആ ജോലി. ഒത്തിരി പേരുടെ അനുകമ്പ കൊണ്ടോ അല്ലെങ്കിൽ എന്നോട് ഇത്രയും ഇങ്ങനെ പാഷനേറ്റ് ആയിട്ട് നടക്കുന്നതുകൊണ്ടോ ഒക്കെ തോന്നിയ സ്നേഹത്തിന്റെ പുറത്ത് കിട്ടിയ ജോലിയാണ് ഈ ഡബിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പോഴും 24 വർഷമായി ഡബിങ്ങിൽ വന്നിട്ട്. 2000 വന്ന 2000 തുടക്കത്തിൽ വന്ന എനിക്കിപ്പോഴും എന്റെ മനസ്സിൽ സ്വിച്ചിട്ട പോലെ ഞാൻ പഴയ ആര് ഡബിങ്ങിനെ വിളിച്ചാലും ഇപ്പോൾ ഒരു ആഡ് ഫിലിമിന്റെ ഡബിങ്ങിനെ വിളിച്ചാലോ അല്ലുവിന് വേണ്ടി ഡബ് ചെയ്യും. ചില ആൾക്കാർ ഇനി അല്ലുവിന് ഡബ് ചെയ്യണോ അതങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മുടെ വോയിസ് ആയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മൾ ആ ജോലി വളരെയധികം ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറയുന്ന പാട്ടെഴുത്തായിക്കോട്ടെ എഴുത്തായിക്കോട്ടെ ഞാൻ ചെയ്യുന്ന ഏത് മേഖലയിലെ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യാറുണ്ട്. ചെന്നൈയിലുള്ള ചില ആഡ് ഫിലിമേഴ്സ് കോർഡിനേറ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഷെമിൻ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ സ്പേസ് ചെറിയ ടൈമിലുള്ള സമയമുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഭംഗിയായിട്ട് അതിനകത്തൊക്കെ നമുക്ക് സന്തോഷം കൂടെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത് ഭയങ്കര അടിപൊളിയാണ്. ഒരു ജോലി പോലും ഇല്ലാത്ത എത്രയേറെ ആൾക്കാരുണ്ട് അല്ലേ? നമ്മളടുത്ത് ഒരു ജോലി ഉണ്ടോ എന്ന് ചോദിക്കുന്ന എത്ര പേരെ നമ്മളെ കാണാം. അവരവസ്ഥയിൽ നമുക്ക് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു, അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതെ. അപ്പം അടുത്ത സിനിമകളുടെ ആലോചനകളായോ? ഉണ്ട്, ആലോചനകൾ പതുക്കെ തുടങ്ങി. എന്നാലും ഇപ്പൊ ഈ സിനിമ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു. കുറച്ചുകൂടെ ഈ സിനിമയുടെ ഒപ്പം ഇതിന്റെ മാർക്കറ്റിംഗിലും പ്രൊമോഷൻസിലും വിസിബിലിറ്റി കൂട്ടാനും ഒക്കെ നിൽക്കണം. ഇപ്പൊ എന്റെ ഫോക്കസ് അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒരു നല്ല ത്രില്ലർ സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു നല്ല ഫീൽ ഗുഡ് ഒരു കൊച്ചു പടം ഇരിപ്പുണ്ട്. ഈ വിജയ് സുബ്രം പൗർണമിയൊക്കെ പോലത്തെ ആ ജോണറിൽ വരുന്ന ഒരു സിനിമയും ഇവിടെ ഇരിപ്പുണ്ട്. ഈ രണ്ട് തിരക്കഥകളാണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. പിന്നെ ഓഫ് കോഴ്സ് ബോബി സഞ്ജയുമായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അവർ ഫുള്ളി എഴുതുന്ന സിനിമ, കഥ തിരക്കഥ സംഭാഷണം അവരെഴുതുന്നത്. ഇത് മൂന്നുമാണ് ഇപ്പൊ മനസ്സിലുള്ളത്. ഏതാണ് ആദ്യം നടക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ എല്ലാ ആശംസകളും. തലവൻ ഇനിയും കാണാത്തവര് പോയി കാണട്ടെ. അതെ, തീർച്ചയായിട്ടും. തലവൻ ഉറപ്പായിട്ടും നിങ്ങളെ ഇത്രയും ഇപ്പൊ 2 ആഴ്ചയുള്ള അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഒരു സിനിമ നല്ലതെന്ന് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും അത് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോയി കാണാം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ സ്പോയിലർ അലേർട്ട്സ് ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ വരാൻ ചാൻസ് ഉള്ള, കാരണം ദിവസം കൂടുന്തോറും അങ്ങനെയാണല്ലോ സസ്പെൻസ് പടങ്ങൾക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. അതൊക്കെ വരുന്നതിന് മുമ്പ് കാണുക, വിജയിപ്പിക്കുക. ഒത്തിരി പേരുടെ ശ്രമമാണ് എല്ലാ സിനിമയും പോലെ തന്നെ ഈ സിനിമയും. അത്രേ ഉള്ളൂ. തലവൻ 2ന്റെ ഈ സ്ട്രക്ചർ ആയിട്ടുണ്ടോ? തലവൻ 2ന്റെ സൂപ്പർ സ്ട്രക്ചർ ആയിട്ടുണ്ട്. അതായത് എങ്ങനെയാണ്, ആരുടെ കഥയാണ്, എന്താണ് സംഭവിച്ചത്, ഞാൻ പറയാൻ ബാക്കി വെച്ചിരിക്കുന്ന 3 എപ്പിസോഡ്സ് ഉണ്ട് ഈ സിനിമയിൽ. തലവനിൽ കൃത്യമായിട്ട് പറയണം എന്നുള്ള 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ എന്താണെന്നുള്ളത് എന്റെ മനസ്സിലുണ്ട്. ക്ലൈമാക്സ് ഒന്നും ആയിട്ടില്ല, പക്ഷെ ഈ എന്താണ് എന്റെ ബാക്കിൽ സംഭവിച്ചെന്നുള്ള ഐഡിയ ഉണ്ട്. അപ്പൊ ഇനി ഉടനെ ചെയ്യുമ്പോൾ തലവൻ 2 അല്ല അല്ലേ? അല്ല, അങ്ങനെ അതും ഇപ്പൊ പറഞ്ഞ പോലെ പാരലലി എഴുതിയിട്ട് എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും ഇപ്പൊ തലവൻ 2 ഇമ്മീഡിയറ്റ്ലി ചെയ്യണം. ഇപ്പൊ ദുബായിലൊക്കെ പോയപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നത് തലവൻ 2 ആദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോ പണ്ടത്തെ അത്രയും സമയമൊന്നും എടുക്കണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യൂ. അപ്പൊ നമ്മളിപ്പോ ലിറ്ററലി കൺഫ്യൂസ്ഡ് ആണ് ഏതാണ് ആദ്യം പിടിക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.